ഞാൻ ഷമീം. ഇന്ന് വരുന്നത് ഫ്രൂട്ട് സലാഡ്. എന്നുവെച്ചാൽ ഫ്രൂട്ട് സലാഡ് ചെയ്യുന്നതാണ്. സാധാരണയുള്ള ഫ്രൂട്ട്സുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ, പക്ഷെ ആ ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട്. നമ്മളിതിൽ തേങ്ങ കൊടുക്കുന്നുണ്ട്. ആ തേങ്ങ കൊടുക്കുന്നത് ശരിയായ ഫ്ലേവർ തരുന്നുണ്ട്. ലൈറ്റായിട്ടുള്ള ബൈറ്റിൽ, ലൈറ്റായിട്ടുള്ള കടിയിൽ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഫലൂദ ചെയ്തിട്ടുണ്ട്. ആ ഫലൂദൻ്റെ റെസിപ്പിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലാക്കാൻ പറ്റുന്നത്. നമുക്ക് അത് ഉണ്ടാക്കുന്ന പാർട്ടിലേക്ക് പോവാം. ആദ്യം ഷമാമ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഫ്രൂട്ട്സ് എല്ലാം ഒരേ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇപ്പോൾ 4 ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് മുറിക്കാം. ഇപ്പോൾ ഇതും ഹാഫായിട്ട് എടുക്കാം. എന്നിട്ട് ഇതാ ചെറിയൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നാലും നമുക്ക് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡ്, ഫലൂദ, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ കട്ടിങ്. സാലഡിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡിലായാലും നോർമൽ മറ്റുള്ള സാലഡിലായാലും റിഫ്രഷിങ് സാലഡിലൊക്കെ ഇവിടെ എന്താണോ കട്ട് ചെയ്യുന്നത്, ആ കട്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ടേസ്റ്റ് തരാമെന്നുള്ളത്. അപ്പോൾ എല്ലാം നല്ല അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ സ്ക്വയർ സൈസായിട്ട് കട്ട് ചെയ്യുക. അതിനടുത്ത് നമുക്ക് പഴം കട്ട് ചെയ്യുക. പഴം നമുക്ക് സ്ക്വയർ എന്നല്ല 4ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പൂവൻ പഴം കേട്ടോ. അപ്പോൾ ഇതും തൊളിച്ചെടുക്കുക. ഇതേപോലെ ഇതാ 4 പീസ് കണ്ടോ. നല്ല നമുക്ക് ബൈറ്റ് കിട്ടുമ്പോഴൊക്കെ നല്ല ഉണ്ടാവുള്ളൂ. 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം പറഞ്ഞത് ഞാനിപ്പോൾ 4 പൂവൻ പഴം എടുത്തിന്. അതുപോലെ തന്നെ ഹാഫ് ഷമാം എടുത്തിന്, 3 ആപ്പിൾ. ഇതാണ് ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി. നിങ്ങൾ എത്ര എടുക്കുകയാണെങ്കിലും എല്ലാം ഒരേ ക്വാണ്ടിറ്റി, ഒരേ അളവിലെടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, പഴം നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും സ്ക്വയർ പീസസ് ആയിട്ട് അതേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആപ്പിളും നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമ്മളൊരു ഫ്രഷ് തേങ്ങ എടുക്കുക. എന്നിട്ട് ചെറിയ ഇതായിട്ട് അതേപോലെ അത്ര ആ സൈസ് വേണമെന്നില്ല. പിന്നെ എന്താ പറയുക, ഏകദേശം ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എന്താ പറഞ്ഞാൽ വലിയ സൈസാകുമ്പോൾ നമുക്ക് ഈ സാധനം കടിക്കുമ്പം ആകെ നമുക്ക് ഇതുണ്ടായിപ്പോൾ വായിൽ ഭയങ്കര ഓവർ സൈസായിട്ട് വരും. അതുകൊണ്ട് ഇത് ചെറിയ പീസായിട്ട് ഇടാം. ക്വാണ്ടിറ്റി ഇപ്പോൾ ഞാൻ ആ തേങ്ങയുടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഏകദേശം ഇത്ര ക്വാണ്ടിറ്റി മതി. ആ രീതിയിലായിരിക്കണം നമ്മുടെ തേങ്ങ ഇടേണ്ടത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അനാറും എടുത്തു വെച്ചിട്ടുണ്ട്. അനാറും നമ്മുടെ പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ നേരത്തെ തേങ്ങ കാണിച്ചതുപോലെ ഒരു പോർഷനിലേക്ക് നമുക്ക് ഇത്രേ കയറേണ്ടതുള്ളൂ. കൂടുതൽ കടി കിട്ടേണ്ടതില്ല. എന്നുവെച്ചാൽ ലൈറ്റായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതും പിന്നെ നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. രണ്ടും ഒരേ അളവിൽ ചെയ്യാം. നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച്. സാധാരണ ഫ്രൂട്ട് സലാഡ്, ഫലൂദ ഇങ്ങനത്തെ സാധനങ്ങൾക്കും നമുക്ക് പൊതുവെ എക്സാക്റ്റ് മെഷർമെൻറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ പ്രൊപ്പോർഷൻസ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. എന്നുവെച്ചാൽ എത്ര പ്രൊപ്പോർഷൻ എത്ര. ഇതിപ്പം ഒരു 5 ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ആവറേജ് ഞാൻ പറഞ്ഞിരുന്ന ഈക്വലായിട്ട് ഒരു 6-7 ടേബിൾ സ്പൂൺ 5 ഗ്ലാസ്സിലേക്കാണെങ്കിൽ അങ്ങനെ 6-7 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ 6-7 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും ഈ രീതിയിൽ മിക്സിങ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒഴിച്ചിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഇടുന്ന സമയത്താണ് മെയിൻ ഒരു ട്വിസ്റ്റും കൂടി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ കയറുന്നുണ്ട്. അതാണ് ഇതിലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഫ്ലേവറിന് ചെറിയൊരു ടേസ്റ്റ് തരുന്ന ഒരു സാധനം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരു സാധനം കൂടി ഇതിൽ കയറുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് നമുക്ക് തരാൻ പോകുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് നന്നായി തണുക്കാൻ വെക്കാം. അതിന് ശേഷം മാത്രമേ നമുക്ക് ഏകദേശം നല്ല തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അസംബിൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതും അങ്ങനെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഇതേ രീതിയിലെല്ലാം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പിന്നെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇടാം. ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ ഫസ്റ്റ് ഒരു സ്പൂൺ ഞാൻ എടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഇടുന്നു. കുറച്ചും കൂടെ ഇടുന്നു. ഇതിനകത്ത് കാണിച്ചാൽ ഇതേപോലെ ചെയ്യണം കേട്ടോ. കുറച്ചും കൂടെ ഇടുന്നു. ഇനി എന്താ ഇതിലേക്ക് കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് പിസ്തയും ബദാമും കൂടെ പൊടിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് അതൊന്നും ഇടാം.
കാഷ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചെയ്യുക. അതിന് അടുത്ത ഇതിലേക്ക് കയറാൻ പോകുന്ന ഒരു ടിപ്പിക്കൽ സാധനമാണ്. ഇത് നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്താണ്. എന്നുവെച്ചാൽ നമ്മുടെ മിൽക്കി ബിക്കീസ് ഒക്കെ ഉള്ള ബിസ്ക്കറ്റില്ലേ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇങ്ങനെയുള്ള ബോൾസ് പോലെ ഉണ്ടാവും. അത് ഇതിൻ്റെ ഇടയിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് ഗ്ലാസ്സിലിടുന്ന സമയത്ത് കാര്യമായിട്ട് ഇത് കയറും. എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കടി കിട്ടും നമുക്ക്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത സ്കൂപ്പ്, അടുത്ത ഒരു ഇത് ഒന്നും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ലെയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ ആ തേങ്ങ ഇട്ടതാണ് ഒരു സംഭവം കേട്ടോ. ആ തേങ്ങൻ്റെ ഒരു കടി കിട്ടാനുണ്ട്. നല്ല ടേസ്റ്റാണ്. വെച്ചാൽ നമുക്കിങ്ങനെ ഈ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ ആ തേങ്ങയും കൂടെ വരുമ്പോൾ പിന്നെ ഈ ബിസ്ക്കറ്റും ആ നട്ട്സും. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഐസ്ക്രീം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കുറച്ച് നട്ട്സും ആ ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കാം. കോഴിക്കോയി അല്ല, ഐസ്ക്രീമും ഭക്ഷണം എന്ത് സാധനമായാലും കോഴിക്കോയി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് കോഴിയെ കോഴിക്കോയി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം എന്ത് സാധനമായാലും കോഴിക്കോയി എന്നുള്ളതാണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നല്ലൊരു ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ ഫലൂദ എന്ത് വേണമെങ്കിൽ പറയാം. ഫ്രൂട്ട് സലാഡ് തന്നെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഇതാ അനുഷ്ഠനൊന്ന് കൊടുത്തേക്കാം. വേണ്ട വേണ താഴെ വീണോയി വേണ. ഐസ്ക്രീം അല്ല, അടിയിൽ നിന്ന് എടുത്ത് കഴിക്കട്ടെ. ആ തേങ്ങയൊക്കെ ഉള്ള നട്ട്സും ബിസ്ക്കറ്റൊക്കെ കൂടി കടിക്കുമ്പോൾ ഞാൻ മുമ്പ് ഒരു ഫലൂദ ചെയ്തിന്. അത് പ്ലേറ്റിലേക്ക് കംപ്ലീറ്റ് കുടിക്കുന്നതാണ്. ഇതാ അടിപൊളി. ആ തേങ്ങ എന്തായാലും ഇട്ടോ. ഇളനീരല്ലേ തേങ്ങ ശരിക്കും ആ ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബൈറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സുഖമുണ്ട്. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇട്ടുണ്ട്, ഇട്ടപാട് നമുക്ക് ആ ക്രഞ്ചിനെസ് കിട്ടുന്നുണ്ട്. എന്നാ ഷോ ഇതാ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യാം. ഫലൂദൻ്റെ റെസിപ്പി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് അബ്ബ വരാം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ്, അതേ സാധനങ്ങൾ, അതേ ഫ്രൂട്ട്സുകൾ, അതേ മെത്തേഡിൽ നിങ്ങളെല്ലാവരും ചെയ്യാം. ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കുകൾ പറ. അപ്പം ഞാൻ എല്ലാവരോടും ബബായി പറയാം. ഇത് ആൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നാണ്. അപ്പോൾ അവനെ അനുഷ് നമുക്ക് ബബായി പറയാലോടെ. എന്നാ ഇതാ. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ബബായി. അബ്ബ തരാം. കോയ്. ഓക്കെ ബൈ.